അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യ വ്യക്തിത്വത്തെക്കുറിച്ച് മനഃശാസ്ത്ര വിദഗ്ധരും വിനിമയ അപഗ്രഥനം നടത്തുന്ന ആളുകളും അഥവാ ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ വക്താക്കളുമെല്ലാം ഒട്ടേറെ സംസാരിച്ചിട്ടുണ്ട്. പേഴ്സോണ എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന്, മുഖംമൂടി എന്ന അർത്ഥം വരുന്ന പേഴ്സോണ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്നൊരു പദം തന്നെ നിഷ്പന്നമായിരിക്കുന്നത്. ഇസ്ലാമികമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇസ്ലാം എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന, അല്ലെങ്കിൽ അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മുഴുവൻ മേഖലകളിലേക്കും ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ സംവിധാനിക്കുന്ന ഒരു ദർശനമാണ്. അവിടെ കേവലം കർമ്മപരമായ ആരാധന ഇടപാടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇസ്ലാമിൻ്റെ ജ്ഞാനഭൂമികയും കർമ്മമേഖലയും. എന്നാൽ ദീനിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടോ കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടോ പലപ്പോഴും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നടപ്പിലാക്കാനുള്ളതാണ് അല്ലെങ്കിൽ പാലിക്കാനുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എന്ന വസ്തുത പലരും മറന്നു പോവുകയാണ്. പലരും സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് കൊണ്ട് ദീനിനെ വ്യാഖ്യാനിക്കുകയാണ്. കൃത്യമായ അറിവിൻ്റെ അഭാവത്താൽ തന്നെ, കൃത്യമായ അറിവില്ലാതെ തന്നെ ദീനിൻ്റെ വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാൻ പലരും തയ്യാറാവുകയാണ്. ഇവിടെയാണ് ഒരു ഇസ്ലാമിക വ്യക്തിത്വം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു വസ്തുത നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ലഹും ഫലാ തകുൻ റാബിഅൻ ഫതഹ്ലിക്. ആരായിരിക്കണം ഒരു മുസ്ലിം? ഒരു വ്യക്തി എന്ന നിലക്ക് വ്യക്തിത്വത്തിന് പല ഭാവങ്ങൾ ഉണ്ടാകാമെങ്കിലും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു ഭാവം കുൻ ആലിമൻ, ഒന്നുകിൽ ഇൽമുള്ളവനാവുക, പണ്ഡിതനാകുക, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു മതവിദ്യാർത്ഥിയാവുക, ഔ മുസ്തമിഅൻ, അതുമല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്ന ഒരു മതത്തിൻ്റെ ആലിമായ മുതഅല്ലിമായ വ്യക്തികൾ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയാവുക, ഔ മുഹിബ്ബൻ ലഹും, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന, അവരോട് ഇഷ്ടം വെച്ച് പുലർത്തുന്നവനാവുക, ഫലാ തകുൻ ഖാമിസൻ, ഈ നാലുമല്ലാത്ത ഒരു വ്യക്തി നീ ഒരിക്കലും ആവാൻ പാടില്ല, ഫതഹ്ലിക്, അപ്പോൾ നീ നാശമടയും എന്നാണ്. ഒന്നുകിൽ നമ്മൾ ദീനിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ളൊരു പണ്ഡിതനാവുക, അപ്പോൾ നമ്മൾ നേരായ മാർഗത്തിലായിരിക്കും. ഔ മുതഅല്ലിമൻ, പണ്ഡിതനായില്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുന്നവനാകണം, അപ്പോഴും നമ്മൾ നേർമാർഗത്തിലായിരിക്കും. അല്ലെങ്കിൽ പണ്ഡിതന്മാരും അതേപോലെ മതവിദ്യാർത്ഥികളും പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിക്കുന്ന മുസ്തമി ആയിട്ടുള്ള ആളുകളായിരിക്കണം, അപ്പോഴും നമ്മൾ നേർമാർഗത്തിലായിരിക്കും. ഔ മുഹിബ്ബൻ ലഹും, അവരെ സ്നേഹിക്കുന്ന ആളുകൾ, അവരോട് ഇഷ്ടം വെച്ച് പുലർത്തുന്ന ആയിരിക്കാൻ ശ്രമിക്കണം, അപ്പോഴും നമ്മൾ നേർമാർഗത്തിലായിരിക്കും. ഇതല്ലാത്ത മറ്റൊരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ നാശത്തിന് കാരണമാകും. അപ്പോൾ ഈ 4 വിഭാഗങ്ങളിൽ ഒന്നിൽ ഉൾപ്പെടുന്നവനായിരിക്കണം വ്യക്തി എന്ന നിലക്ക് ഓരോ മുസ്ലിമും എന്നതാണ് ഈ ഒരു ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. ഈ ഒരു പാഠം കൃത്യമായി പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.